ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, ഗുരുദേവ ശിഷ്യനായ ദിവ്യശ്രീ ശങ്കരാനന്ദ സ്വാമികൾക്ക് ജീവിതത്തിലുണ്ടായ ഒരു അത്ഭുത സംഭവമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. മഹാഗുരു ഭദ്രകാളിയെ എടുത്തുമാറ്റി ശിവപെരുമാനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് കുളത്തൂർ കോലത്തുകര ശിവക്ഷേത്രം. അക്കാലത്ത് ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുവാനായി ഭക്തർ കോഴി, കാള മുതലായവയെ വെട്ടി ചോര ഒഴുക്കിയിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ വടക്കുവശം ചേർന്ന് ഒരു വിഷക്കാവും ഉണ്ടായിരുന്നു. ഈ വിഷക്കാവിനോട് ഏകദേശം അടുത്തായിരുന്നു താവറത്ത് കൊച്ചിയപ്പി മുതലാളിയുടെ വീട്. അദ്ദേഹം ഒരു ഉത്തമ സ്വാമി ഭക്തനായിരുന്നു. അക്കാലത്ത് ഒരു ദിവസം ഗുരുദേവൻ താവറത്ത് വീട്ടിൽ എത്തുകയുണ്ടായി. ഈ സമയം ദിവ്യശ്രീ ശങ്കരാനന്ദ സ്വാമികൾ കാശി യാത്രയും കഴിഞ്ഞ് ഗുരുദേവ ആജ്ഞയാൽ കോലത്തുകര ക്ഷേത്രത്തിൽ പാർത്തുവരികയായിരുന്നു. ഗുരു താവറത്തു വീട്ടിൽ എത്തിയെന്നറിഞ്ഞതോടെ ഗുരുവിനെ കാണുവാൻ അതിയായ ആഗ്രഹമുണ്ടായി. അത്താഴവും കഴിച്ച് ശങ്കരാനന്ദ സ്വാമികൾ ഗുരുദേവനെ കാണുവാൻ താവറത്തു വീട്ടിലേക്ക് വെച്ചുപിടിച്ചു. എന്നാൽ വഴിമധ്യേ വിഷക്കാവിൽ വെച്ച് സർപ്പദംശനമേറ്റു. സ്വാമികൾ കാൽ കുടഞ്ഞ് ഗുരുവിനടുക്കലേക്ക് അതിവേഗം നടന്നു. ശങ്കരാനന്ദ സ്വാമികൾ ചെല്ലുമ്പോൾ മഹാഗുരു നല്ല ഉറക്കത്തിലായിരുന്നു. ഗുരുവിൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുവാൻ ശങ്കരാനന്ദ സ്വാമികൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. കാലിലെ വേദന അസഹനീയമാംവിധം കൂടി വന്നു. സ്വാമിയുടെ സാമീപ്യം തന്നെ വിഷം നശിപ്പിക്കുവാൻ തക്ക ശക്തിയുള്ളതാണെന്ന് മനസ്സിൽ ഉറച്ചു വിശ്വസിച്ച് സ്വാമിയുടെ കാൽപാദത്തിനരികെ വേദനയും സഹിച്ച് ഇരിപ്പായി. കുറച്ച് സമയങ്ങൾ കടന്നുപോയപ്പോൾ വേദന ശമിച്ചു തുടങ്ങി. പുലർച്ചെ 4 മണിക്ക് സ്വാമികൾ ഉണർന്ന് കടപ്പുറത്തേക്ക് പോയി. കൂടെ ശങ്കരാനന്ദ സ്വാമികളും. അടുത്തുള്ള കായലിൽ സ്നാനം ചെയ്ത ശേഷം ശങ്കരാനന്ദ സ്വാമികൾ പാമ്പ് കടിച്ച വിവരം ഗുരുദേവനോട് ഉണർത്തിച്ചു. ദംശിച്ച സ്ഥലം ഗുരുവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മുറിവിന് ചുറ്റും കറുപ്പ് നിറം വ്യാപിച്ചതായി കാണപ്പെടുകയും ചെയ്തു. അടുത്ത മാത്രയിൽ തന്നെ ഗുരു ശങ്കരാനന്ദനോടായി ഇങ്ങനെ പറഞ്ഞു: വിശ്വാസം രക്ഷിച്ചുവല്ലേ? അചഞ്ചലമായ ഗുരുഭക്തിയും അടിയുറച്ച വിശ്വാസവും ഉണ്ടെങ്കിൽ ഏതൊരു ആപത്ഘട്ടത്തിലും മഹാഗുരു നമ്മെ കൈവിടുകയില്ല എന്ന സന്ദേശമാണ് ഈ സംഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.